Om Sri Gurubhyo Namaha Hari Om. So, in the last sessions, we have studied Bhagavad Gita up to Sloka 20. ഈ ശ്ലോകങ്ങളിൽ കൂടെ നമ്മൾ ഭഗവാൻ ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കുന്നു. തുടർന്ന് വീണ്ടും കുറെ കൂടെ വിവരിക്കുന്നു. ഇതിന് കാരണം ഒന്നാമത്തെ അധ്യായത്തിൽ കൂടെയും രണ്ടാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിൽ കൂടെയും അർജുനൻ വ്യക്തമാക്കി തൻ്റെ അഥവാ അർജുനന്റെ സംഭാഷണത്തിൽ കൂടി, അദ്ദേഹത്തിന്റെ ഭാവത്തിൽ കൂടി, അനുഭവത്തിൽ കൂടി ഭഗവാനെ മനസ്സിലായി. ഇദ്ദേഹത്തിന്റെ ദുഃഖത്തിനും ശോക മോഹാദികളുടെ കാരണം അജ്ഞാനം മാത്രമാണ് എന്ന് മനസ്സിലായി. അപ്പോ അജ്ഞാനത്തിനൊരു നിവാരണം ജ്ഞാനം മാത്രമേ ഉള്ളൂ. ഒരു പൂജാതി വിധികളോ യാഗാദി കർമ്മങ്ങളോ ഒന്നും അജ്ഞാനം കൊണ്ട് സാധിക്കുകയില്ല. ശങ്കരാചാര്യ അതേപ്പറ്റി പറയും, ഒരു പാമ്പ് ഒരിടത്ത് ഒരു വഴിയിൽ കിടക്കുന്നതായിട്ട് ഒരു യാത്രക്കാരൻ ദർശിക്കുകയാണ്, ഇരുണ്ട വെളിച്ചത്ത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് പാമ്പായിരുന്നില്ല, ഒരു കയറായിരുന്നു. ശരിയായ വെളിച്ചമില്ലാത്തത് കൊണ്ട് അദ്ദേഹം പാമ്പായി തെറ്റിദ്ധരിക്കുകയാണ് സാധിച്ചത്. അദ്ദേഹത്തിന്റെ പാമ്പിനോടുള്ള പേടി മാറാനായി എന്തെല്ലാം പൂജകൾ നടത്തിയാലും, അർച്ചനകൾ നടത്തിയാലോ, യാഗം നടത്തിയാലോ, ഹോമം നടത്തിയാലോ ഒന്നും മാറുകയില്ല. മാറാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അദ്ദേഹത്തിന് അല്പം വെളിച്ചം, ശരിയായ വെളിച്ചത്തിൽ അദ്ദേഹം ആ പാമ്പ് കിടക്കുന്ന സ്ഥലത്ത് എത്തിയാൽ അത് പാമ്പല്ല, അത് കയറാണ് എന്ന് മനസ്സിലാകും. അതുപോലെ അർജുനനും ഇവിടെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അർജുനന്റെ തെറ്റിദ്ധാരണ എന്താണ്? യഥാർത്ഥത്തിൽ ഞാൻ ഈ ശരീരമാണെന്നും അഥവാ ഇന്ദ്രിയ മനോബുദ്ധികൾ കൂടിച്ചേർന്ന ഈ സംഘാതം ആണ് ഞാൻ. എൻ്റെ ശരീരത്തോട് ബന്ധമുള്ള എൻ്റെ പിതാമഹൻ, എൻ്റെ ശരീരവുമായി ബന്ധമുള്ള എൻ്റെ പിതാമഹൻ, എൻ്റെ ഗുരുക്കന്മാരെ, എൻ്റെ ബന്ധുക്കളെ, ഇവരെല്ലാം എൻ്റെതാണ്. അവരെ ഞാൻ വധിക്കുക എന്ന് പറയുന്നത് നല്ലതല്ല. അതെനിക്ക് പാപമാണ്. അതെനിക്ക് ധാരാളം ദുഃഖം തരും. അവരെന്നെ വധിച്ചാലും ഞാൻ അവരെ വധിക്കാൻ തയ്യാറല്ല. ഇങ്ങനെയൊക്കെയുള്ള ഭാവം ഉണ്ടായത് യഥാർത്ഥത്തിൽ ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ഭാവത്തിൽ. അതിനെയാണ് അഹന്ത അഥവാ അഹന്ത മമത എന്ന് പറയുക. അഹന്ത എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരമാണ് എന്നുള്ള അഹങ്കാരത്തിന് അഹന്ത എന്ന് പറയും. മമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെതെന്നുള്ള ഭാവം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെയല്ല. പണ്ഡിതന്മാര് മരിച്ചവരെ പറ്റിയും ജീവിച്ചവരെ പറ്റിയും ദുഃഖിക്കുകയില്ല എന്ന്. എന്തായിരിക്കും മരിച്ചവരെ പറ്റിയും ജീവിച്ചവരെ പറ്റിയും ദുഃഖിക്കാത്തത് കാരണം? കാരണം അവരുടെ നാശം എന്ന് പറയുന്നത് ശരീരത്തിന്റെ നാശമാണ്. യഥാർത്ഥത്തിൽ അവരുടെ നാശമല്ല, അവരുടെ ശരീരമല്ല അവര്. ശരീരം എന്ന് പറയുന്നത് എപ്പോഴും നശിച്ചുകൊണ്ടേയിരിക്കുന്നു. ബാല്യകാലത്തിലുണ്ടായിരുന്ന ശരീരമല്ല നമുക്ക് യൗവന കാലത്തിലുണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഈ ശരീരം ക്ഷയിക്കുകയും ചെയ്യും, നശിക്കുകയും ചെയ്യും. അപ്പോഴും ഞാൻ നശിക്കുന്നില്ല എന്ന് ഭഗവാൻ സൂചിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഇത് ശരീരത്തെ പറ്റി അല്ല ഭഗവാൻ പറയുക. അപ്പോൾ സൂക്ഷ്മ സ്ഥൂല ശരീരം മാറ്റി നിർത്തിയാൽ എന്ത് ശേഷിക്കുന്നു അത് ആണ് ഞാൻ എന്ന് അറിയേണ്ടതായിരിക്കുന്നു. ഇതിനറിയാനായിട്ട് പല മാർഗങ്ങളുമുണ്ട് നമുക്ക്.
നമ്മൾ തന്നെ നമ്മുടെ യൗവനകാലത്തെയും ബാല്യകാലത്തെയും പ്രായമുള്ളവരെ വാർദ്ധക്യകാലത്തെയും ഒക്കെ ദർശിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ശരീരത്തിന് മാറ്റം ധാരാളം വന്നു, മനസ്സിന് മാത്രം വന്നു, ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് മാറ്റം വന്നു. ഇവയെല്ലാം മാറ്റം വന്നപ്പോഴും ഞാനായിരിക്കുന്നു എന്ന് അല്പം മനനം ചെയ്താൽ നമുക്ക് സ്വയം ഗ്രഹിക്കാവുന്നതാണ്. മറ്റു പല മാർഗങ്ങളുമുണ്ട്. ധാരാളം മരിക്കുന്ന ശരീരം നമ്മൾ കണ്ടിട്ടുണ്ട്, മരിച്ചു കിടക്കുന്ന ശരീരം കണ്ടിട്ടുണ്ട്. അതിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ ശരീരം നശിക്കുന്നതാണെന്ന്. അവസ്ഥാത്രയത്തിൽ കൂടെ നമുക്ക് ജാഗ്രത സ്വപ്ന സുഷുപ്തിയെ നമ്മൾ ദർശിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം സുഷുപ്തിയിൽ എനിക്കും അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ആ അനുഭവം ഈ മനസ്സോ ഈ ശരീരമോ അല്ലായിരുന്നു അനുഭവിച്ചത്, ഈ മനസ്സും ശരീരത്തിന് അപ്പുറത്ത് മറ്റെന്തോ ആയിരുന്നു. അപ്പോൾ ഈ മൂന്നവസ്ഥയിലും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് അതാണ് എന്നൊക്കെ നമുക്ക് വിചാരണ ചെയ്യാം. ഇങ്ങനെ ഉറപ്പിക്കാൻ നമുക്ക് ഈ ഞാനെന്ന് പറയുന്ന ശരീരം ഇതല്ല, ഈ ശരീരമല്ല, ഈ മനസ്സുമല്ല, ബുദ്ധിയുമല്ല. ഞാനെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമായ ഒന്നാണ്. അത് സാക്ഷിഭാവത്തിൽ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അങ്ങനെ അജ്ഞാന നിവാരണം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എല്ലാ ദുഃഖങ്ങളും നശിക്കുന്നു. ഇതാണ് ഭഗവാൻ ചെയ്യുന്നത്. എന്നാൽ കുറച്ചുകൂടി നമുക്ക് വിവരണങ്ങൾ ആവശ്യമാണ്. നമുക്ക് ഇത് പറഞ്ഞു എന്ന് വിചാരിച്ച് പെട്ടെന്ന് നമുക്കൊരു ബോധം ഉണ്ടാകത്തില്ലല്ലോ. നമുക്ക് നമ്മുടെ അനുഭവത്തിലേക്കാകത്തില്ലല്ലോ. ആ അനുഭവത്തിലേക്ക് ആകാനുള്ള മാർഗം എന്താണ്? അതേപ്പറ്റി ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ ഇതുകൊണ്ട് ഈ ഉപദേശം കൊണ്ട് നിർത്തുന്നില്ല, മുമ്പോട്ട് പോകുന്നു. എന്താണ് ഇത്രയും നമുക്ക് ആത്മജ്ഞാനം പറഞ്ഞു തന്നിട്ടും പിന്നെയും തൻ്റെ അനുഭവത്തിലേക്ക് ആകാത്തതിന് കാരണം എന്താണ്? അതിനു വേണ്ടിയ തയ്യാറെടുപ്പ്, അതിനു വേണ്ടിയ പ്രാക്ടീസ് എന്താണ്? ഇതേപ്പറ്റി ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ വീണ്ടും തുടങ്ങുന്നു. ന ജായതേ മ്രിയതേ വാ കഥാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇത് നമ്മൾ വിശദമായിട്ട് കാണുകയുണ്ടായി. അടുത്ത എന്താണ് ഭഗവാൻ പറയുന്നത് നോക്കണം. വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം. വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം. ഹേ പാർത്ഥ, ഹേ അർജുന, ജനനമില്ലാത്തവനായും എന്നുമുള്ളവനായും ഏറ്റക്കുറവില്ലാത്തവനായും നാശമില്ലാത്തവനായും അറിയുക. അയാൾ ആരറിയുക? ആരെ കൊല്ലുന്നു, ആര് കൊല്ലുന്നു? അതായത് ആത്മാവിന് നാശമില്ലാത്തതാണ്. ആ ആത്മാവിനെ, അജനായ ആത്മാവിനെ, നാശമില്ലാത്ത ആത്മാവിനെ, ജനിക്കാത്ത ആത്മാവിനെ എങ്ങനെ നശിപ്പിക്കാൻ സാധിക്കും? കൊല്ലാൻ സാധിക്കാത്ത ഒന്നാണ്. അത് മാറ്റം ഉണ്ടാകുന്ന ഒന്നല്ല, ഒരേ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ആര് കൊല്ലുന്നു, ആരാൾ കൊല്ലപ്പെടുന്നു, ഇതൊന്നും സംഭവിക്കുന്ന ഒന്നല്ല എന്ന് ഭഗവാൻ വീണ്ടും വ്യക്തമാക്കുന്നു. നമ്മൾ വിചാരണ ചെയ്തതായതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ മരണരഹിതമായ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ഉത്തരവാദിത്വമുള്ള പ്രവൃത്തിയെ എങ്ങനെ നയിക്കണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കും. നിത്യ ആത്മാവിനെ ഈ മാറുന്ന ശരീരവുമായി കുഴയ്ക്കാതെ, ആത്മാവ് നിത്യമാണ്, എന്നാൽ ശരീരം മറിയുന്നതാണ്. അതുമായി നമ്മൾ മിക്സ് ആയിട്ടില്ലേ നമുക്കത് ശരിയായി നമുക്ക് രണ്ടും കൂടെ ഒന്നാണെന്നുള്ളൊരു ബോധം അല്ല. ഇത് രണ്ടും ഭിന്നമാണ്. ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഒന്ന് നിത്യമായി സാക്ഷിഭാവത്തിരിക്കുന്നു, മറ്റത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് നശിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു. അതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. അടുത്ത ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. അതിൻ്റെ ഉദാഹരണം ഭഗവാൻ പറഞ്ഞു എങ്ങനെ മനസ്സിലാക്കണമെന്ന്.
വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സംയാതി നവാനി ദേഹി. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സംയാതി നവാനി ദേഹി. സരളമായ ഉദാഹരണം നേരത്തെ വിവരിച്ച വിവരങ്ങൾ നമ്മൾ മനസ്സിൽ വീണ്ടും മനനം ചെയ്താൽ ഈ ഉദാഹരണത്തിൽ വളരെ സരളമാണ്. മനുഷ്യനെ പഴയ വസ്തുക്കൾ ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്തുക്കളെ സ്വീകരിക്കുന്നത് പോലെ ദേഹിയായ ഈ ആത്മാവ്, അതായത് ദേഹത്തെ ധരിക്കുന്നവനായ ഈ ആത്മാവ്, ദേഹത്തെ എങ്ങനെ ധരിക്കുന്നു? വസ്ത്രം ധരിക്കുന്നത് പോലെ. ശരീരം വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വസ്ത്രം നമ്മൾ ധരിക്കുന്നത് പോലെ ഈ ആത്മാവ് ദേഹിയെ ധരിക്കുന്നു. ധരിക്കുന്നൊരു വസ്ത്രം ഞാനാകത്തില്ലല്ലോ, ആകും. ഞാൻ എൻ്റെ ഉടുപ്പ് ഇടുന്ന ഞാൻ, സാരി ഉടുക്കുന്ന ഞാൻ. അപ്പൊ സാരി ഒരിക്കലും ഞാനാകത്തില്ല. സാരി എൻ്റെ ഒരു വസ്ത്രമാണ്. അത് ചീത്തയാവുമ്പോൾ ഞാനത് കളഞ്ഞ് മറ്റൊരു വസ്ത്രം എടുക്കും. അത് ഞാനല്ല, നിസ്സംശയമായി നമുക്ക് പറയാവുന്നതാണ്. ഭഗവാൻ അതുപോലെയാണ് ഈ ശരീരത്തെ നമുക്ക് പറഞ്ഞു തരിക. ഈ ശരീരം എന്ന് പറയുന്നത് പഴയ വസ്ത്രം മാറി പുതിയ വസ്ത്രം എടുക്കുന്നത് പോലെ ഈ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ശരീരം നമുക്ക് കിട്ടും. അതുപോലെ അല്ലെയാണ് ഈ ശരീരത്തെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശരീരം ഞാനല്ല എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഭഗവാൻ ഈ ഉദാഹരണത്തിൽ കൂടെ നമുക്ക് ചെയ്യുന്നത്. വളരെ സരളമായത് ഉദാഹരണമായതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അല്പം മനനം ചെയ്യാം എന്താണ് ഈ പറയുന്നതെന്നും. വസ്ത്രത്തിന്റെ ഉപമ മരണത്തെയും തുടർച്ചയെയും കുറിച്ചുള്ള എൻ്റെ ബോധത്തെ എങ്ങനെ മാറ്റുന്നു, അതേപ്പറ്റി അല്പം മനനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്ര സരളമായ ഉദാഹരണം. ആ ഉദാഹരണത്തിൽ കൂടി നമ്മൾ എന്തും ബോധിക്കണം. എന്താണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്? ഈ ശരീരത്തിന്റെ നശ്വരത്വം ബോധിക്കണം. ഈ ശരീരം പൂർണ്ണമായി ഞാനല്ല എന്നുള്ള ബോധം നമ്മൾ ഉണ്ടാകണം. പല രൂപങ്ങൾ ഈ മനുഷ്യ ജന്മത്തിൽ തന്നെ നമ്മൾ സ്വീകരിച്ചു. കുട്ടിക്കാലത്ത് തൊട്ടിൽ കിടക്കുമ്പോഴുള്ള ശരീരമല്ല ഇന്ന് നമുക്കുള്ളത്. ഇതൊക്കെ ധാരാളം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ രൂപവ്യത്യാസങ്ങൾക്കിടയിൽ ഞാൻ സാക്ഷ്യഭാവത്തിൽ നിത്യനായി, അജനായി, നിത്യനായി, ശാശ്വതനായി സാക്ഷ്യഭാവത്തിൽ നിൽക്കുന്നുവെന്ന ബോധം നമ്മളിലുണ്ടാകണം. അതുകൊണ്ട് ഭഗവാൻ വീണ്ടും വിവരിച്ചു തരുന്നു. ആത്മാവിന്റെ സ്വഭാവത്തെ പറ്റി പറയുന്നു. ഈ ആത്മാവ് ജീവിച്ചിരിക്കുന്ന ശരി, എന്നാൽ ഇതിന് മറ്റു മാറ്റങ്ങൾ എന്തെങ്കിലും വരുമോ? ആത്മാവ് മരിക്കുന്നതല്ല എന്ന് മനസ്സിലായി. ജായതേ മ്രിയതേ വാ കഥാചിത്ത്, ഒരിക്കലും നശിക്കുന്നില്ല. നായം ഭൂത്വ ഭവിതാവാന ഭൂയ അജോ നിത്യ അജഹ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. ഇതിനെ വധിക്കാൻ സാധിക്കുന്നതല്ല, ഇത് ജനിക്കുന്നതല്ല, ഇത് മരിക്കുന്നതല്ല, ഇതൊക്കെ പറഞ്ഞു തന്നു. എന്നാൽ ഇതിനെ മുറിവേൽപ്പിക്കാൻ പറ്റുമോ? അല്ലേ? ഇവിടെ നമ്മുടെ വിഷയം മുറിവേപ്പാണല്ലോ. അർജുനനെ തൻ്റെ ബന്ധുക്കളുടെ നേരെ അമ്പെയ്യുമ്പോൾ അവരുടെ ശരീരം വേദനിക്കും, അവർക്ക് മുറിവേക്കും, അവർ ദുഃഖിക്കും. ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെയും അർജുനൻ ദുഃഖിക്കാൻ അവകാശമില്ലാതെ ആക്കിയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. പറയുന്നു, ആയുധങ്ങൾക്ക് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ നൈനം
ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ആയുധങ്ങൾക്ക് ആത്മാവിനെ മുറിക്കാനാവില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാനാവുകയില്ല, ജലത്തിന് നനയ്ക്കാനാവുകയില്ല, കാറ്റിനെ ഉണക്കാനാവുകയില്ല. ശ്രദ്ധിക്കുക, വളരെ സരളമാണ്. ഒത്തിരിയും വ്യാഖ്യാനിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ല. പലപ്പോഴും അധികം വ്യാഖ്യാനത്തിൽ കൂടെ നമ്മളെ ലക്ഷ്യാർത്ഥം ചിലപ്പോൾ വിട്ടുപോയെന്നിരിക്കും. ഇവിടെ ഈ ആത്മാവ് നശ്വരമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി, നാശിക്കാത്തതാണ്, ഇതിന് മാറ്റം വരുന്നതല്ല, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി മറ്റെങ്ങും പോകേണ്ടതായിട്ടില്ല, സ്വസ്വരൂപം അറിഞ്ഞാൽ മാത്രം മതി. കാര്യം ഈ സ്വരൂപത്തിന്റെ വിശേഷത എന്താണ്? അതെന്നും ഉള്ളതാണ്. അത് ദുഃഖം യാതൊന്നും അനുഭവിക്കുന്നവന്നല്ല. അതെപ്പോഴും സുഖം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. സുഖമെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കറിയാം. എങ്കിൽ തന്നെ നമ്മൾ സുഖവും ദുഃഖത്തെ പറ്റിയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് എന്നാൽ ആത്മാവിന്റെ സ്വരൂപം സുഖമോ ദുഃഖമോ അല്ല, ആത്മസ്വരൂപം ആനന്ദമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്തിയാദി ഹേതവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പരമാത്മാവിന്റെ സ്വരൂപം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സത്യചിത്ത ആനന്ദ രൂപമാണ്. അപ്പോൾ ആത്മാവിന്റെ അത് പരമാത്മാവിന്റെ അല്ലേ? ആത്മാവിന്റെയോ ആത്മസ്വരൂപവും അത് തന്നെയാണ്. അതെങ്ങനെ അറിയും? അല്പം കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ അറിയും. ഈ ആത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്, വ്യത്യാസമുള്ളതല്ല എന്നറിയും. അഥവാ ആത്മസ്വരൂപം തന്നെയാണ് പരമാത്മസ്വരൂപം, പരമാത്മസ്വരൂപം തന്നെയാണ് ആത്മസ്വരൂപം, വ്യത്യാസമല്ല. അല്പം കൂടെ ഗൂഢമായ രഹസ്യങ്ങൾ നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടിരിക്കുന്നു ഈ അറിവിന്. പക്ഷെ സാരമില്ല, ഈ രണ്ടറിവ് കിട്ടിയാൽ മതി. സാക്ഷാൽ പരമാത്മാവിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത ആ സച്ചിദാനന്ദ രൂപമാണ് എന്ന് മനസ്സിലാക്കുക. ആത്മസ്വരൂപം, സ്വസ്വരൂപം എന്ന് പറയുന്നതും ഈ ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമായ സച്ചിദാനന്ദ രൂപമാണ്. അവിടെ സുഖദുഃഖാദികൾക്ക് യാതൊരു പ്രവേശനവുമില്ല എന്ന് മനസ്സിലാക്കാം. തൽക്കാലത്തേക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മുമ്പോട്ട് വളരെ സരളമാണ്, ഇത് ഏകമാണ് എന്ന് അറിയാനായിട്ട്. എൻ്റെ യഥാർത്ഥ സ്വഭാവം എല്ലാ ഭൗതിക ശക്തികൾക്കും അതീതമാണെന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നത്. അത് നിത്യമാണ്, ശാശ്വതമാണ്, നിർമ്മലമാണ്. അവിടെ ബന്ധനമില്ല. സ്വരൂപം അറിയുന്നതോടുകൂടി ബന്ധനമില്ലാതെയാകുന്നു. അതുതന്നെ കൈവല്യപ്രാപ്തിക്ക് മറ്റൊന്നും വേണ്ട. സ്വയം ഞാൻ നിർമ്മലമാണ് എന്നുള്ള ബോധം മാത്രം മതി. ഒരു ഭൗതിക ശക്തികളും യഥാർത്ഥത്തിൽ ഈ ആത്മസ്വരൂപത്തെ സ്പർശിക്കാൻ സാധിക്കുകയില്ല. തോന്നുന്നത് മാത്രം. ശരിയായ അറിവ് കിട്ടുമ്പോൾ മനസ്സിലാക്കുന്നു, ആത്മാവ് ഭിന്നമാണ്, ശരീരവുമായി ബന്ധമുള്ള ഒന്നല്ല. കൂട്ടിക്കുഴച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുക. ആ കൂട്ടിക്കുഴപ്പ് നീക്കി വ്യക്തമായി സ്വരൂപം ആത്മസ്വരൂപം എന്താണ്, ശരീരം എന്താണ്, അല്ലെങ്കിൽ സ്ഥൂല ശരീരം എന്താണ്, സൂക്ഷ്മ ശരീരം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി ആ മിഥ്യാജ്ഞാനം നശിക്കുന്നു. വീണ്ടും ഭഗവാൻ ആത്മാവിനെ പറ്റി വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നു, ആത്മസ്വരൂപത്തെ പറ്റി. അച്ഛേദ്യോയമദാഖ്യോയം അക്ലേദ്യോ ശോഷ ഏവ ച
നിത്യ നിത്യ സർവഗതസ്ഥാണുരചലോയം സനാതനഃ അച്ഛേദ്യോയമദാഹ്യോയമക്ലേദ്യോ ശോഷ ഏവ ച നിത്യ സർവഗതസ്ഥാണുരചലോയം സനാതനഃ. Let me repeat one more time. अच्छेद्योऽयमदाह्योऽयमक्लेद्यो शोष एव च नित्यः सर्वगतस्थाणुरचलोऽयं सनातनः. अच्छेद्योऽयमदाह्योऽयम् अक्लेद्योऽयम् अशोष एव च नित्य सर्वगतः स्थाणुरचलोऽयं सनातनः. അച്ഛേദ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് മുറിക്കാൻ സാധിക്കാത്തതാണ്. അദാഹ്യോയം എന്ന് പറഞ്ഞാൽ അറിയാൻ ദഹിപ്പിക്കാൻ സാധിക്കത്തില്ല, കത്തി നശിപ്പിക്കാൻ സാധിക്കത്തില്ല. അതിനെ നനയ്ക്കാൻ സാധിക്കത്തില്ല, അതിനെ ശോഷിപ്പിക്കാൻ സാധിക്കത്തില്ല, അഥവാ ഉണക്കാൻ സാധിക്കത്തില്ല. കാര്യം എന്താണ്? അത് മാറ്റം വരാതെ നിത്യമായി നിൽക്കുന്ന ഒരു വസ്തുവാണ്. അത് സർവവ്യാപിയാണ്. സർവവ്യാപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒന്നാണ് അർത്ഥം. ഈ ആത്മാവ്, നമ്മളൊക്കെ എന്നിലുള്ള ആത്മാവ്, എൻ്റെ ആത്മാവ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഈ ആത്മാവിൻ്റെ ശരീരത്തിൽ മാത്രമാണ് ഇരിക്കുക എന്നുള്ളത്. എന്നാൽ ആത്മാവ്, ഭഗവാൻ പറഞ്ഞു, ആത്മാവ് സർവ്വവ്യാപിയാണ്, സർവത്തിലും വ്യാപിച്ചിരിക്കുന്നു ഈ ആത്മാവ്. കാര്യം ഇതത് സൂക്ഷ്മമായ ഒന്നായതുകൊണ്ട് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുവെന്ന് ഭഗവാനോടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് സ്ഥിരമാണ്, മാറ്റമില്ല. കാരണം എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് പോകുക യഥാർത്ഥത്തിലല്ലേ? ഇതേപ്പറ്റി നമ്മൾ അല്പം മനനം ചെയ്താൽ എളുപ്പം പിടികിട്ടും. എന്താണ് ഇത് സ്ഥിരമാണെന്ന് പറയുക അല്ലേ? ഇത് സ്ഥിരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് തന്നെ ഇരിക്കുകയാണോ? ഇത് മറ്റെങ്ങോട്ടും പോകാൻ സാധിക്കത്തില്ലയോ? ഉണ്ടോ ഇല്ലയോ എന്ന് ചെയ്യുക, അല്പം മനനം ചെയ്യുക. ഇത് ഏതായാലും ശരി, ഇത് 14 ലോകങ്ങളും വ്യാപിച്ചിരിക്കുന്ന ഒന്നാണ്. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? പിന്നെ വേറെ ഒരു സ്ഥലമുണ്ടെങ്കിലല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? മറ്റൊരു സ്ഥലമില്ല. എല്ലാ സ്ഥലങ്ങളും ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇത് സ്ഥിരമായി തന്നെ ഇരിക്കുന്നു, മാറ്റമില്ലാതെ ഇരിക്കുന്നു. ഇത് സനാതനമാണ്, എന്നും അതുപോലെ തന്നെ ഇരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ വീണ്ടും ഭഗവാൻ ആത്മാവിന്റെ വിശേഷതയെ പറ്റി പറഞ്ഞു. ഇങ്ങനെ സ്ഥിരവും സർവവ്യാപിയും സനാതനമായ ആത്മാവിൽ ആത്മാവ് ആണ് ഞാൻ, അങ്ങനെയുള്ള ശരീരത്തിൽ ഞാൻ വിശ്രമിക്കുന്നു. മറ്റൊരു രൂപം പറയുന്നു, ആത്മസ്വരൂപത്തെ പറ്റി വിവരിച്ചു കൊടുക്കുന്നു. അവ്യക്തോയമചിന്യോയം അവികാരോയമുച്യത്തെ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. അവ്യക്തോയമചിന്യോയം അവികാരോയമുച്യത്തെ. തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ആത്മാവ് അവ്യക്തവും ചിന്തയ്ക്കതീതവും മാറ്റമില്ലാത്തതുമാണ്. അതിനാൽ നീ ശോകിക്കേണ്ടതില്ല. അവ്യക്തോയം അവ്യക്തഃ അയം അവ്യക്തോയം, അചിന്തഃ അയം അചിന്യോയം, അവികാര്യോയം അവികാര്യഃ അവികാര്യഃ അയം.
അവികാര്യോയം ഉച്ചതി. പറയപ്പെടുന്നു. തസ്മാത് ഏവം വിദിത്വൈനം ന അനുശോചതി അനുശോചിതമർഹസി. തസ്മാത് അതിനാൽ നീ ഇങ്ങനെ പറയപ്പെടുന്നതിനാൽ, ഇങ്ങനെ അറിയുന്നതിനാൽ നീ അതുകൊണ്ട് ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ആരെയാണ് നീ കൊല്ലുമെന്ന് ചിന്തിക്കുന്നു, അവരെ നിന്നെ കൊല്ലാൻ സാധിക്കത്തില്ല. കാരണം അവർ ശരീരമല്ല, അവർ ആത്മാവാണ്. ആത്മാവിനെ നിനക്ക് ആത്മസ്വരൂപം എന്ന് പറയുന്നത് നശിപ്പിക്കാൻ സാധിക്കാത്തതെന്നാണ്. ഇങ്ങനെ ഭഗവാൻ ആത്മസ്വരൂപത്തെ വീണ്ടും കുറെ കൂടെ വ്യക്തമായി നമുക്ക് വിവരിച്ചു തരുന്നു. മുമ്പോട്ട് അടുത്തൊരു 5 ശ്ലോകം കൂടെ ഭഗവാൻ വീണ്ടും ആത്മസ്വരൂപത്തെ തന്നെ വിവരിക്കുന്ന ഭാഗങ്ങളാണ് മുമ്പോട്ട് കുറച്ചുകൂടെ ഉള്ളത്. അത് കഴിഞ്ഞ ശേഷമാണ് ഭഗവാൻ ഈ ആത്മസ്വരൂപത്തെ പറ്റി അറിഞ്ഞ ശേഷവും എന്നിട്ട് നമ്മുടെ അനുഭവതലത്തിലേക്ക് വരുന്നില്ലല്ലോ എന്ന് നമ്മൾ സംശയിക്കുമ്പോഴാണ് നമ്മൾ അതിനുള്ള മാർഗം എന്താണ്, നമ്മുടെ അന്ധകരണ ശുദ്ധി ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നു. അന്ധകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ശുദ്ധി ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നു. മനസ്സിന് ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സ് ശുദ്ധമാണല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷെ മനസ്സ് അങ്ങനെയല്ല. ഇവിടെ മനസ്സിന്റെ അശുദ്ധി എന്ന് പറയുന്നത് മനസ്സിൽ കള്ളത്തരം ഉണ്ടെന്നോ ഒന്നുമല്ല പറയുന്നത്. മനസ്സിന്റെ ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലെ ഞാനെന്നുള്ള ഭാവം ഉണ്ടെന്നർത്ഥം. ഞാനും എൻ്റെതെന്നുള്ള ഭാവം മനസ്സിലുണ്ടെന്നർത്ഥം. അപ്പം ചിന്തിച്ച ഉണ്ട് ഭഗവാൻ, എനിക്കുണ്ട്. അതിന് കളയാൻ വല്ല മാർഗമുണ്ടോ? ഉണ്ട് മാർഗമുണ്ട്. എന്താണ് മാർഗം? അത് നമ്മളെ പഠിപ്പിക്കും ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ. അതിന് കർമ്മയോഗം എന്ന് പറയുക. കർമ്മയോഗം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കും. അങ്ങനെ ഈ ഞാൻ യഥാർത്ഥത്തിൽ ഈ ശരീരമനോബുദ്ധികളല്ല എന്നുള്ള പൂർണ്ണമായി ഏത് സമയത്ത് നമ്മൾ അറിയുന്നു, അത് തന്നെയാണ് മോക്ഷപ്രാപ്തി എന്ന് ഭഗവാൻ വീണ്ടും മുമ്പോട്ട് നമുക്ക് പറയുന്നു. അത് അടുത്ത ഭാഗത്ത് നമുക്ക് കാണാം. അടുത്ത സെഷനിൽ കാണാം. ഓ ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.